Hello dear friends, welcome to RJ's physics classes. Electromagnetic wave എന്നുള്ള സുന്ദരമായ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഒരു പാർട്ടാണ് നമ്മൾ ഇതുവരെ കണ്ടത്. അതിന്റെ പാർട്ട് 2. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് മാത്രമാണ്. ഓക്കെ, മാക്സ്വെല്ലിന്റെ സുന്ദരമായ ഒരു തിയറി ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. സോ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ബുക്കും പെന്നൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ, എഴുതാൻ റെഡി ആയിട്ടാവും ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, സോ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് പാർട്ട് 2. ഓക്കെ, കഴിഞ്ഞ ടോപ്പിക്കിൽ പറഞ്ഞത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആക്ച്വലി നമുക്ക് അത്യാവശ്യമാണ്. അതിന്റെ റീസൺ, ഒരു കപ്പാസിറ്റർ, ഈ കപ്പാസിറ്ററിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഒഴുകുന്നുണ്ട്. ആ കറണ്ടിനെ നമ്മൾ IC എന്നാണ് വിളിച്ചത്. ഓക്കെ, ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പോയ, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന പോസിറ്റീവ് ചാർജ് ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിയാലല്ലേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. അതില് ഇവിടെ കറണ്ട് ഉണ്ട് IC, ഇവിടെ കറണ്ട് ഉണ്ട് IC. പക്ഷെ അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. കപ്പാസിറ്ററിന്റെ ഉള്ളിൽ എന്തില്ല, കറണ്ട് ഇല്ല. മാക്സ്വെല്ലിന് മുന്നേ. ഓക്കെ, കപ്പാസിറ്ററിന്റെ ഉള്ളിൽ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആ കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ചെയ്യാം? കറണ്ട് ഒഴുകിയാലല്ലേ മൂപ്പര് ചാർജഡ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ അവിടെ ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, ഇതുവരെ IC ആണ്, ഇതിന്റെ ഉള്ളിൽ ID ആണ്. പ്രോബ്ലം ഈസ് ഓവർ. ഓക്കെ, IC എന്ന് പറഞ്ഞാൽ dQ/dt, ID എന്ന് പറഞ്ഞാൽ ε0 dϕ/dt. സോ അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടറിന്റെ ഉള്ളില് IC will present, ID will not present. In a conductor, conduction current will be there and displacement current will be 0. In a capacitor, both IC and ID are present. അതിലെ കണ്ടക്ടറിന്റെ മുകളിൽ IC ഉണ്ടാവും, ഡയലക്ട്രിക്കിന്റെ ഉള്ളിൽ ID ഉണ്ടാവും. സോ രണ്ടും പ്രസന്റ് ആണ്. ഓക്കെ, then in space only ID will present. ഓക്കെ, സ്പേസില് ഏത് കറണ്ട് മാത്രമേ പ്രസന്റ് ആവുള്ളൂ, ID മാത്രമേ പ്രസന്റ് ആവുള്ളൂ. സംശയമില്ലല്ലോ. ഇൻ സ്പേസ് ഓൺലി ID will present. ക്ലിയർ ആണ് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, സോ നോർമൽ കണ്ടക്ടറിൽ IC പ്രസന്റ് ആവും, കപ്പാസിറ്ററിൽ ICയും IDയും പ്രസന്റ് ആവും. സ്പേസില് ആര് മാത്രമേ പ്രസന്റ് ആവുള്ളൂ, ID മാത്രമേ പ്രസന്റ് ആവുള്ളൂ. പറഞ്ഞ ഐഡിയ ക്ലിയർ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സോഴ്സ് ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്. Source of electromagnetic wave. Okay, source of electromagnetic wave. അതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്. A charge at rest will produce electric field but will not produce magnetic field. A charge at rest will produce electric field but magnetic field will be 0. റസ്റ്റിലിരിക്കുന്ന ചാർജ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യില്ല. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് റിക്വയർ കറന്റ്. റസ്റ്റിലിരിക്കുന്ന ചാർജ് കറന്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? എ ചാർജ് അറ്റ് റെസ്റ്റ് വിൽ പ്രൊഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്, it will not produce magnetic field. A charge in uniform motion, a charge in uniform motion in free space will produce both electric and magnetic fields. A charge in uniform motion in free space will produce electric and magnetic fields. ഒരു ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ, അത് ഫ്രീ സ്പേസിലൂടെ ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് എ ചാർജ് ഇൻ യൂണിഫോം മോഷൻ
inside a conductor will produce magnetic field only. Here electric field will be zero. Okay, avade electric field undavilla. Current electricity ഒരു question. Current is allowed to pass through a conductor. Does it charge? എന്തായിരിക്കും answer? No, it's not at all charged എന്നുള്ളതാണ്. Okay, ആ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് കുറെ ചാർജ് പോണു, അതിന് പുറത്തേക്ക് കുറെ ചാർജ് വരുന്നു, രണ്ടും ഈക്വൽ. So total charge in that system will be zero. Gauss theorem പ്രകാരം integral E dot ds equal to q by epsilon 0. If the net charge is zero, electric field will be zero. Okay, free space ലൂടെ ചാർജ് യൂണിഫോം മോഷനിലാണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും. Okay, charge in uniform motion inside a conductor will produce only magnetic fields. Okay, then accelerated motion of charge. Accelerated motion of charge. Accelerated motion of charge will produce change in electric field which causes change in magnetic field. Will produce change in magnetic field, it produce electric field. Accelerated motion of charge എന്ന് പറയുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ചേഞ്ച് ഇൻ ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, and it produce a magnetic field. Accelerated motion of charge എന്ന് പറയുമ്പോൾ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. It produce a change in current. Change in current ഉണ്ടെങ്കിൽ it produce change in magnetic field. Okay, and it produce electric field. ഇത് രണ്ടും കോംപ്ലിമെന്ററി എന്ന് പറയാം. Okay, change in electric field ഉണ്ടായാൽ അത് magnetic field പ്രൊഡ്യൂസ് ചെയ്യും. ആ magnetic field ചേഞ്ച് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് വീണ്ടും magnetic field പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ അത് റിലേ കളിച്ചുകൊണ്ടിരിക്കും. AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സർക്യൂട്ട് LC സർക്യൂട്ട് ആണ്. ഓക്കെ, LC സർക്യൂട്ട് ഒരു കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്തിട്ട് ഒരു ഇൻഡക്ടറിനെ ക്രോസ് കണക്ട് ചെയ്താൽ ഈ കപ്പാസിറ്ററിന്റെ ചാർജ് ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യും. ഇൻഡക്ടറിലൂടെ ഈ ചാർജ് ഡിസ്ചാർജ് ചെയ്യും, ഇയാള് സീറോ എനർജി ആയിട്ട് മാറും. ഇൻഡക്ടർ ഉഷാറാവും, ½ Li². പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇൻഡക്ടറിന്റെ കറണ്ട് കൂടി വന്നാൽ there will be a back EMF. ആ ബാക്ക് EMF റിവേഴ്സ് പൊളാരിറ്റിയിൽ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യും. ഇത് ഇങ്ങോട്ട് ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവായി മാറും, ഇവിടെ പോസിറ്റീവായിട്ട് മാറും. ഇപ്പോ ഇയാള് സീറോ വന്നു, ഇത് ഉഷാറായി. വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും സീറോ എനർജിക്ക് ചാടും, ഇൻഡക്ടർ ഉഷാറും. അപ്പൊ ഇൻഡക്ടറിൽ ബാക്ക് EMF ഉണ്ടാവും. ഇയാളിപ്പോ സീറോ ആയിട്ട് മാറിയിട്ടു. ആ ബാക്ക് EMF എങ്ങനെയാണ് ഒഴുകുക? നേരെ തിരിച്ച് ഇങ്ങോട്ട്. ഒരു ചെറിയ മാറ്റം ഇതിൽ വരുത്താം. ഓക്കെ, സോ കപ്പാസിറ്റർ ഫുൾ ചാർജ് ചെയ്യും. ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പുറത്തു വരച്ച ആരോ ഞാനൊന്ന് ഉള്ളിലേക്ക് വരച്ചു എന്ന് മാത്രം, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇയാള് സീറോ, ഇത് മാക്സിമം എനർജി, ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്യും. ഈ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ വീണ്ടും ചാർജ് ചെയ്യും. ഇതിന്റെ റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറഞ്ഞ ഇതില് ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും, then again ഡിസ്ചാർജ് ചെയ്യും, ചാർജ് ചെയ്യും. ഇതില് ഒരു ടൈപ്പ് മാത്രം സെലക്ട് ചെയ്ത് നോക്കൂ. ആദ്യം കപ്പാസിറ്റർ ഡിസ്ചാർജ് മാത്രം നോക്കൂ. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു, സോറി എന്ന് പറഞ്ഞാൽ കളർ വെറുതെ മാറിയതുള്ളതുകൊണ്ടാട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഡിസ്ചാർജ് ചെയ്തു. ഇതല്ലേ വേവ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ AC എന്ന് പറഞ്ഞ കറണ്ടും ഇത് തന്നെയാണ്. നിങ്ങൾ ഇൻഡക്ടറിന്റെ കേസ് സെലക്ട് ചെയ്തോളൂ. ഓക്കെ, ഒരു പ്രാവശ്യം ഇങ്ങനെ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ. ഓക്കെ, സോ ഈ മോഷൻ ആണ് നമുക്ക് കിട്ടുക. ഈ സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചത്? LC ഓസിലേഷൻസ്. ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചത്
ഇൻഡക്ടർ കപ്പാസിറ്റർ സർക്യൂട്ട് ആണ്. ഓക്കെ, കപ്പാസിറ്റർ ചാർജ് ചെയ്യണോ, അതിനെ ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ വീണ്ടും ചാർജ് ചെയ്യിച്ചു, ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഇൻഡക്ടർ ചാർജ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, വീണ്ടും ഇൻഡക്ടർ ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ ഇതിനെ ചാർജ് ചെയ്യിച്ചു, വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തു, ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ ചാർജ് ചെയ്തു, വീണ്ടും കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തു, ഇൻഡക്ടർ കപ്പാസിറ്ററിനെ വീണ്ടും ചാർജ് ചെയ്തു. അങ്ങനെ എത്ര നേരം വേണമെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നോളൂ. ഓക്കെ, അവിടെ നമുക്ക് വേവ് ഫോം കിട്ടും. ഇവിടെ സംഭവിച്ച എന്താണെന്ന് ആലോചിച്ച് ഈ ചാർജ് അങ്ങനെ ഓടിക്കളിക്കുകയാണ്. മീൻസ് ഓസിലേറ്ററി ചാർജ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ആക്സിലറേറ്റഡ് മോഷനിലും അങ്ങനെ തന്നെ അല്ലേ, എന്റെ വെലോസിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ചാർജസ് ഇൻ ആക്സിലറേറ്റഡ് മോഷൻ പ്രൊഡ്യൂസ് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഓസിലേറ്റിംഗ് മാഗ്നെറ്റിക് ഫീൽഡ്സ്. These change in electric and magnetic field can radiate electromagnetic wave. ഇതായിരുന്നു മാക്സ്വെലിന്റെ കണ്ടുപിടുത്തം. ഓക്കെ, ഈ ചേഞ്ചിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡുകൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ റേഡിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. ഓക്കെ, accelerated motion of charge will produce changing electric and magnetic field or oscillating electric and magnetic fields. These oscillating electric and magnetic field are the source of electromagnetic wave. Okay, അവരാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ റേഡിയേറ്റ് ചെയ്യുക. ഇലക്ട്രിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, മൂപ്പര് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, അത് തിരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ ഉണ്ടാക്കും, അത് തിരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. ഇവര് പരസ്പരം സോഴ്സുകളായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഫ്ലക്ച്വേഷൻസ് ഓർ ഓസിലേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഓസിലേഷൻ എന്ത് വേവ് ആണ് നമുക്ക് കിട്ടുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് നമുക്ക് തരാം. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ് is the source of electromagnetic wave. Okay, accelerated motion of charge will produce electromagnetic wave. പറഞ്ഞ ഐഡിയ ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ. ഓക്കെ, പറഞ്ഞ ഐഡിയ ഒരിക്കൽ കൂടെ നോക്കിക്കോളൂ. ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാത്രം. യൂണിഫോം വെലോസിറ്റിയിൽ ചാർജ് നീങ്ങുകയാണെങ്കിൽ ഇൻ ഫ്രീ സ്പേസ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. യൂണിഫോം ഇലക്ട്രിക് ആൻഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇൻസൈഡ് എ കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് NCERT നമുക്ക് സ്പെസിഫിക്കലി പറഞ്ഞു തന്നത്. NCERT ഈ പോയിന്റ് പറഞ്ഞില്ല, ഈ പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇനി അത് എങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ NCERT പറഞ്ഞത് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദിസ് ബുക്ക് എന്നാണ്. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അങ്ങോട്ട് പോണ്ട, അങ്ങനെ ഒരു വേവ് ഉണ്ടാവും എന്നാണ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇനി accelerated motion of charge will produce changing electric field which produce a magnetic field which produce a changing magnetic field which produce electric field. Okay, and these two oscillating fields are the source of electromagnetic wave. Clear? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവും എന്നുള്ള ഐഡിയ കിട്ടി. ഇത് ആദ്യമായിട്ട് എക്സ്പെരിമെന്റലി ചെയ്തത് ഹേർട്സ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ഹേർട്സ് ചെയ്തത് ഇങ്ങനെ രണ്ട് പ്ലേറ്റുകൾ, ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ രണ്ട് മെറ്റൽ സ്ഫിയറുകൾ തൊട്ടടുത്ത് വെച്ചു. ഇതിന്റെ മുകളിലേക്ക് ഒരു ഹൈ വോൾട്ടേജ് കൊടുത്തു. ഈ രണ്ടെണ്ണവും ഇൻഡക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തു. ഇത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകളായിട്ട് LC സർക്യൂട്ട് ആണ് ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. ഇതിന് തൊട്ടടുത്ത് വെച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈ വോൾട്ട് കൊടുത്തപ്പോ, ഓക്കെ, ഒരു ബാറ്ററി അല്ല, ഒരു ഹൈ വോൾട്ട് കൊടുത്തപ്പോ ഇതിന്റെ ഉള്ളിൽ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്തു. ഈ സ്പാർക്ക് എന്ന് പറഞ്ഞ ചാർജുകൾ ഹൈ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാണ്. ഇറ്റ്സ് കോൾഡ് ആക്സിലറേഷൻ. അതിൽ നിന്ന് വേവ് പ്രൊഡ്യൂസ് ചെയ്തു. ഈ വേവിനെ കുറച്ച് സെന്റിമീറ്ററുകൾ എത്തിക്കാൻ ഹേർട്സിന് സാധിച്ചു. ദാറ്റ് വാസ് ദ ഫസ്റ്റ് വൺ. ജെസി ബോസ് ഓർ ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സയന്റിസ്റ്റ് ഇതിനെ ഒരു ലാബിന്റെ ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്ക് എത്തിച്ചു. മാർക്കോണി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് അതിനെ കിലോമീറ്ററുകളിലേക്ക് എത്തിക്കണം. നമുക്കറിയാം റേഡിയോ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ തുടക്കം. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങോട്ട് പോകുന്ന കാണിക്കാൻ
പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പം. S equal to 1 by mu 0 into E cross B. Okay, so electromagnetic wave in the direction E cross B in the direction of. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് x ആക്സിസിലും മാഗ്നറ്റിക് ഫീൽഡ് y ആക്സിസിലും. ഇലക്ട്രിക് ഫീൽഡ് x ആക്സിസിൽ മാഗ്നറ്റിക് ഫീൽഡ് y ആക്സിസ് ആണെങ്കിൽ x ആക്സിന്റെ യൂണിറ്റ് വെക്ടർ i cap, y ആക്സിസിന്റെ യൂണിറ്റ് വെക്ടർ j cap. ഇലക്ട്രിക് ഫീൽഡ് x ആക്സിസ്, മാഗ്നറ്റിക് ഫീൽഡ് y ആക്സിസ്. നമ്മൾ വെറുതെ വിചാരിക്കുക ഇലക്ട്രിക് ഫീൽഡ് along the x ആക്സിസ് എന്ന് പറഞ്ഞ i cap, മാഗ്നറ്റിക് ഫീൽഡ് along the y ആക്സിസ് എന്ന് പറഞ്ഞ j cap. ഏത് ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം? I cross J എന്ന് പറഞ്ഞ ഡയറക്ഷൻ ഏതാണ്? K. ഓക്കേ, E cross B ആണ്. സോ I cross J ന്റെ ഡയറക്ഷനിലാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഓക്കേ, അപ്പോ x ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡും y ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡും ആണെങ്കിൽ പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വിൽ ബി ഇൻ ദ z ഡയറക്ഷൻ. E cross B ന്റെ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുക. പോയിന്റിംഗ് വെക്ടർ എന്നാണ് S നെ വിളിച്ചത്. ഓക്കേ, ഇറ്റ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ക്ലിയർ? സോ ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് y ഡയറക്ഷൻ ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുക z ഡയറക്ഷനിലായിരിക്കും. കഴിഞ്ഞ വർഷം വേവ്സിൽ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി. ആ ഇക്വേഷൻ രസമുള്ള ഒരു ഇക്വേഷൻ ആണ്. y equal to a sin kx minus omega t. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അതിൽ മനസ്സിലാവുക? വെരി സിമ്പിൾ. x ഡയറക്ഷനിലേക്കാണ് ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. കുറച്ചും കൂടി ഭംഗിയായിട്ട് പറഞ്ഞാൽ പോസിറ്റീവ് x ഡയറക്ഷനിലേക്കാണ് ആ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണത്. ഓക്കേ, അതിന്റെ ലോജിക് പറയാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒരു വേവ് മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ എഴുതാം. റിവേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇക്വേഷൻ വിൽ ബി a sin kx plus omega t. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതിലെ ഏത് പോയിന്റിനോട് നമ്മൾ ഒരേ ചോദ്യം ചോദിക്കുകയാണ്, ഹു ആർ യു? ഈ എല്ലാ പോയിന്റ്സും നമുക്ക് ഒരൊറ്റ ആൻസർ തിരിച്ചു തരണം. അതാണ് ആ വേവിന്റെ ഇക്വേഷൻ. ഈ വേവിലെ ഏത് പോയിന്റിനോട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹു ആർ യു? അത് ഒരേ ഒരു ആൻസർ തിരിച്ചു തരാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ദ ഇക്വേഷൻ ഓഫ് ദാറ്റ് വേവ്. ഇതിൽ ഏത് പോയിന്റിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഹു ആർ യു? മുമ്പ് തിരിച്ചു മറുപടി തരുന്നത് എങ്ങനെയാണ്? ഒമേഗ ടി ദൂരം പിന്നിലേക്ക് പോന്നാൽ ഐ വിൽ റീച്ച് ദ ഒറിജിൻ. ഒമേഗ ടി ദൂരം പിന്നിലേക്ക് പോന്നാൽ ഞാൻ എവിടെ എത്തിച്ചേരും? ഒറിജിനിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പൊ ഇതെന്താവും പറയാ? ഇവിടുന്ന് ഇങ്ങനെ വരുന്ന വേവാണ്. ഒമേഗ ടി ദൂരം മുന്നിലേക്ക് പോയാൽ ഐ വിൽ റീച്ച് ദ ഒറിജിൻ. ഓക്കെ, സോ ഒമേഗ ടി ദൂരം ഇവിടുന്ന് ഇങ്ങനെ പോയി ഒമേഗ ടി പിന്നിലേക്ക് പോന്നാൽ മതി, അതിനെ നമ്മൾ ഒറിജിനിലേക്ക് എത്തും. ഇവിടെ നിൽക്കുന്ന ആളോട് ചോദിച്ചാൽ ഒമേഗ ടി പിന്നിലേക്ക് പോന്നാൽ ഐ വിൽ റീച്ച് ദ ഒറിജിൻ. kx മൈനസ് ഒമേഗ ടി ആണ്. സോ ഒമേഗ ടി ആംഗിൾ പിന്നോട്ട് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്നാൽ മൂപ്പര് എവിടെ എത്തിച്ചേരും? ഒറിജിനിൽ എത്തിച്ചേരും. ഓക്കെ, അപ്പൊ അതാണല്ലോ വേവിന്റെ ഇക്വേഷൻ വരിക. സോ ഒരിക്കൽ കൂടെ ഇക്വേഷൻ നോക്കിയാൽ A is the amplitude, maximum vibration. Okay, propagation will be along the y direction. Vibration will be along the y direction. Propagation will be along the x direction. ഇത് വൈബ്രേഷന്റെ ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇത് പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ ആണ്. ഇതേ സമയം x ഈക്വൽ ടു a sin ky മൈനസ് ഒമേഗ ടി ആയിരുന്നെങ്കിലോ y ഡയറക്ഷനിലേക്ക് പോവും, എക്സിലേക്ക് വൈബ്രേറ്റ് ചെയ്യും. y ഡയറക്ഷനിലേക്ക് പോവും, എക്സിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ എഴുതുന്നത് ഡയറക്ഷൻ ഓഫ് വൈബ്രേഷൻ ആണ്, ഇവിടെ എഴുതുന്നത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? ഈ ക്വാണ്ടിറ്റിനെ മൊത്തത്തിൽ നമ്മൾ വിളിക്കണ പേരാണ് ഫേസ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ along the minus direction of that specific quantity. സോ പ്ലസ് വന്ന മൈനസ് എക്സ് ആക്സിലേക്ക് പോകണം, ഇവിടെ മൈനസ് വന്ന പ്ലസ് ആക്സിസിലേക്ക് പോകണം. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ നമുക്ക് വേണ്ടത് z ഡയറക്ഷനിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണം.
ഓക്കെ, Z ഡയറക്ഷനിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം തീരുമാനമായി, ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദി x ഡയറക്ഷൻ. സോ Ex equal to E0 sin kz minus omega t and By equal to B0 sin kz minus omega t. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? സോ അതിന് നമുക്ക് ധാരണ കിട്ടും, ഇലക്ട്രിക് ഫീൽഡ് വിൽ വൈബ്രേറ്റ് അലോങ് ദ x direction and magnetic field will vibrate along the y direction and it will propagate along the z direction. ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡ് y ഡയറക്ഷനും ആണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എങ്ങോട്ട് പ്രോപ്പഗേറ്റ് ചെയ്യും? z ഡയറക്ഷനിലേക്ക് പ്രോപ്പഗേറ്റ് ചെയ്യും. ലോജിക് ക്ലിയർ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞേ. ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് y ഡയറക്ഷനും ആണെങ്കിൽ ഇറ്റ് വിൽ പ്രോപ്പഗേറ്റ് ഇൻ ദി z ഡയറക്ഷൻ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ സംഭവം പറഞ്ഞിരുന്നു. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് മുകളിലേക്ക്. അപ്പൊ ഈ വൈബ്രേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും. ഓക്കെ, ലൈക്ക് ദിസ്. അതിന്റെ വൈബ്രേഷൻ അതേപോലെ നിൽക്കും. ഓക്കെ, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ മുമ്പ് രണ്ടു കൂട്ടർ എന്ത് ചെയ്യും? മുന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. പറഞ്ഞ ഐഡിയ കിട്ടിയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, സോ അപ്പൊ ഈ പറഞ്ഞ ഐഡിയ നമുക്കറിയാം. ഈ x ഈക്വൽ ടു E0 sin kz minus omega t. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏത് ഭാഗത്തേക്ക് പോകുന്ന ആരാ കാണിച്ചു തരാ? K കഴിഞ്ഞിട്ടുള്ള ടേം. ഓക്കെ, അതിന്റെ വൈബ്രേഷൻ എങ്ങോട്ടാന്നുള്ളത് ഇവിടെ പറയും. Electric field will vibrate along x direction, magnetic field will vibrate along the y direction and the wave will propagate along the z direction. ഇതിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് E0, മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് B0. ഓക്കെ, ആൻഡ് K എന്ന് പറഞ്ഞാൽ ഓക്കെ, K is 2π by lambda. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഒമേഗ ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് എന്ന് വരും. ഇത് നമുക്കറിയാം, വെലോസിറ്റിയാണ്. ഒമേഗ ബൈ കെ ഇസ് ഈക്വൽ ടു വി. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ആ വേവിന്റെ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആണ് ഒമേഗ ബൈ കെ. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അത്രയും ഡാറ്റാസ് എന്ന് കിട്ടും. കെ വേവ് നമ്പർ, 2π by lambda വേവ്സ് ഉള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിച്ച ഐഡിയ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. സോ ഒമേഗ ബൈ കെ ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്, ദാറ്റ് ഈസ് വെലോസിറ്റി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, ഇതിനെ നമ്മൾ പിക്ചറൈസ് ചെയ്യുകയാണെങ്കിൽ, if this is the electric fields, ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്കിത് വരയ്ക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. തൽക്കാലം ഇത് ഇങ്ങനെയാണെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് വരിക ഇങ്ങനെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണം, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണോ? ഓക്കെ, ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണോ along the x direction. അപ്പോ ഇതാണ് നമ്മൾ x direction ആയിട്ട് ട്രീറ്റ് ചെയ്യണത്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് വിൽ വൈബ്രേറ്റ് along the y direction. ഇതിനെ എക്സാക്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വൈബ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, and the wave will propagate in the z direction. ഇതാണ് അപ്പൊ y എന്നുള്ള ഡയറക്ഷൻ വരിക. ഓക്കെ, and the propagation of wave will be along the z direction. ഇലക്ട്രിക് ഫീൽഡ് x ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യണോ, മാഗ്നറ്റിക് ഫീൽഡ് y ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യണോ, and the wave will propagate along the z direction. പറഞ്ഞ ഐഡിയ വ്യക്തമായിട്ട് മനസ്സിലായോ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞാല്. ഓക്കെ, സോ ബാക്കി നിങ്ങൾ ഭാവനയിൽ കാണാം. ഇങ്ങനെയാണ് ഈ വൈബ്രേഷൻ. അത് വരയ്ക്കാൻ അറിയാത്തോണ്ടാണ്.
ഓക്കെ, ഇങ്ങനെയാണ് എക്സിന്റെ വൈബ്രേഷൻ. വൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണോ, ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യണോ, രണ്ടിന്റെയും കൂടി എഫക്റ്റീവ് ഡയറക്ഷനിൽ ഓർ ഈ ക്രോസ് ബീന്റെ ഡയറക്ഷനിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പറഞ്ഞാല്? ഓക്കെ, സോ ഇനിയുള്ളത് ഈ വേവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷൻ കാരണം അവിടെ വരുന്ന എനർജി ഡെൻസിറ്റി, മൊമെന്റം, ഇതേപോലുള്ള ക്വാണ്ടിറ്റീസും അതിന്റെ വെലോസിറ്റിയുടെ ഇക്വേഷനും അത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് തോന്നുന്ന കമന്റുകൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ അടുത്ത വീഡിയോ വരേക്കും ബൈ.